ഹായ്, പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷെ പെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വാവക്ക് റാഗിയുടെ കുറുക്ക് ഉണ്ടാക്കാൻ പോവാം. അതിനായിട്ട് ആദ്യം തന്നെ ഇച്ചിരി കുറുക്ക് പാത്രത്തിലെടുക്കുക. ആവശ്യത്തിനെടുത്താൽ മതി, വാവക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കുറുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ എല്ലായിടും നനഞ്ഞൊരു ലൂസ് പരുവത്തിലാവണ വരെ നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ചായക്ക് അരിക്കണ അരിപ്പയില്ലേ, അതെടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇത് അരിക്കണം. നമ്മളിത് ഓൾറെഡി അരിച്ചിട്ടാണ് ടിന്നിലിട്ട് വെച്ചേക്കുന്നത്. എന്നാലും നമ്മൾ കുറുക്കുണ്ടാക്കാൻ എടുക്കുമ്പോൾ ഒന്നും കൂടി അരിക്കാറുണ്ട്. കാരണം വാവക്ക് കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് ലൂസായിട്ട് തന്നെ നമുക്കാദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ ആദ്യമേ കട്ടി കൊടുത്താൽ കുട്ടികളല്ലേ, ചിലപ്പോൾ അറിയില്ല, എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൂസിൽ തന്നെ കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇത്തിരിയും കൂടി കുറുക്ക് പോലെ തന്നെ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അരിച്ച കുറുക്ക് അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പാൽ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ട അതിനനുസരിച്ചുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. അതും നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നെയ്യ് ഒരു 1.5 ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. ഞാനിത് എല്ലാ ദിവസവും കൊടുക്കാറുണ്ട് കേട്ടോ. അവൾക്ക് അത്യാവശ്യം കുറുക്ക് പോലെ ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വാവ കുറുക്കൊക്കെ കുടിച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പം സ്റ്റൂ കറിയുമാണ്. ചായ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയും ആയി, നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചായ അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവേ. ഇടിയപ്പം സ്റ്റൂ ആണ്. വാവ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ എണീറ്റ് വന്നാൽ പാടാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമുക്കിനി മെഷീനിൽ തുണി കിടപ്പുണ്ട്. ഇത് അലക്കിയതാണ്. ഇത് ഒരു ട്രിപ്പ്, രണ്ടാമത്തെ ട്രിപ്പ് ഇത് അലക്കിയതാണ്. ഇതും അലക്കി കഴിഞ്ഞ് ഇനി ഇതൊക്കെ കൊണ്ടുപോയി വിരിക്കണം. അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിച്ചു. ഇനി അടുത്ത് നമുക്ക് വാവക്ക് എണീക്കുമ്പോഴേക്കുള്ളൊരു ഇത് തയ്യാറാക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങയും ക്യാരറ്റും കൂടി ഞാൻ വേവിച്ച് വെച്ചതാണ്. ഞാൻ സ്പൂൺ വെച്ച് ഉടക്കാൻ നോക്കിയിട്ട് ഉടക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഗ്യാസിൽ വെച്ച് അതൊന്ന് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുവാണ്, ചെറിയ ചൂടില്ല. അതിനുശേഷം നമുക്കത് കുഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് വാവക്ക് കൊടുക്കാം. വാവ ഇപ്പോൾ കുറച്ച് ദിവസമായി കഴിക്കുന്നത്. വാവക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളി തുപ്പിക്കളയുന്നതാണ്. അപ്പോൾ വാവ അതൊക്കെ കഴിച്ച് ഉറങ്ങുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.